ഇത് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാണ്. അമേരിക്ക ഇപ്പോൾ അടിപതറി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണെന്ന് തന്നെ പറയാം അല്ലേ? അതെ. പിന്നെ അത് മാത്രമല്ല, ഹൂത്തികൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം റഷ്യയും ചൈനയും കൂടെ രംഗത്തിറങ്ങിയാൽ എന്താകും അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. റഷ്യയും ചൈനയും ഇറങ്ങിയാൽ എന്തവസ്ഥ എന്നുള്ളതല്ല, അവർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയുടെ ഒരു അത്യാധുനികമായ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു കമാൻഡിങ് സെൻറ്റർ എന്നറിയപ്പെടുന്ന വിമാനം, യുദ്ധവിമാനം ഇറാനിലേക്ക് വന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ പ്രിസിഷനോട് കൂടിയുള്ള അറ്റാക്കുകൾ, അതായത് കണ്ണ് വെട്ടിച്ച് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ ഓരോന്നായി ഇറാൻ പിന്തുടർന്ന് അടിക്കുകയാണ്. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന തങ്ങളുടെ കണ്ണ് വെട്ടിച്ചൊരു കപ്പൽ പോയാലും ആ കപ്പൽ പാത കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ആക്രമിച്ചിരിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. അതായത് ഒരു വശത്ത് അമേരിക്ക പറയുന്നു, US സെൻട്രൽ കമാൻഡ് പറയുന്നു, ഹോർമൂസിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, കപ്പലുകൾക്ക് ഞങ്ങൾ അകമ്പടി നൽകാമെന്ന് അമേരിക്ക ഒരു വശത്ത് പറയുന്നു. ട്രംപ് പറയുന്നു, കപ്പലുകൾ ഇതിലേ പോരട്ടെ, എനിക്ക് നിങ്ങൾ ടോൾ തന്നാൽ മതി, 20% ടോൾ തന്നാൽ നിങ്ങൾക്ക് പോകാം, ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കണമെന്നൊക്കെ ട്രംപ് പറയുന്നു. അപ്പോൾ ഹോർമൂസിൽ വലിയ ആക്രമണം നടത്താൻ സജ്ജമായിട്ടുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അതിലേ പോകുന്ന ഒരൊറ്റ കപ്പലും ഇറാൻ മിസ് ചെയ്യുന്നില്ല, എല്ലാം അടിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UAE കപ്പൽ ആക്രമിച്ചു. അതിനു മുമ്പ് സൗദിയുടെയും ഖത്തറിൻ്റെയും കപ്പലുകൾ ഇറാൻ ആക്രമിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. അതിനു മുമ്പ് സൈപ്രസ് പതാകയുള്ള കപ്പൽ ആക്രമിച്ചു. അതുപോലെ അതിനിടയിൽ ഒരു അമേരിക്കൻ കപ്പൽ ആക്രമിച്ചു. അങ്ങനെ കഴിഞ്ഞ 3 ദിവസത്തിനിടെ ഏതാണ്ട് 6ഓളം കപ്പലുകൾ അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കപ്പലുകളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഇവർ റഡാറുകളൊക്കെ ഓഫ് ചെയ്ത് ഈ കപ്പലുകൾ അവിടെ ഉണ്ട് എന്ന സിഗ്നൽ പുറത്ത് ലഭിക്കാത്ത വിധത്തിൽ വളരെ സൈലൻ്റായി ഒളിച്ചു കിടക്കുന്ന കപ്പലുകളായിരുന്നു. ഈ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നതെന്നാണ് നമ്മൾ ഈ വാർത്താ ഏജൻസികളുടെയൊക്കെ ന്യൂസ് ഫീഡ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളിത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെ അവരുടെ ന്യൂസ് ഫീഡ് ശ്രദ്ധിക്കുമ്പോഴാണ് അത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ പോകുന്ന കപ്പലുകൾ പോലും ആക്രമിക്കണമെങ്കിൽ ഇറാന് കൃത്യമായ ഒരു ഇൻ്റലിജൻസ് സഹായം ലഭിക്കുന്നുണ്ട്. ചൈന എന്ന് പറഞ്ഞാൽ GPS ട്രാക്കിങ്ങിൽ വില്ലന്മാരാണ്. GPS ട്രാക്കിംഗ് ഡിവൈസുകൾ അല്ലെങ്കിൽ ഒരു വസ്തു എവിടെയാണ് എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്ന അത്യാധുനികമായ പല സംവിധാനങ്ങളും ചൈനയ്ക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈന നേരത്തെ തന്നെ ഇത്തരം സഹായങ്ങൾ ഇറാന് നൽകിയിരുന്നുവെന്ന് അമേരിക്ക തന്നെ അവരുടെ കണ്ടെത്തലായി ചില അമേരിക്കൻ മാധ്യമങ്ങളിൽ വാർത്തകളായി വന്നിരുന്നു. അപ്പോൾ അതൊന്ന്. 2, സാറ്റലൈറ്റ് സഹായമാണ്. സാറ്റലൈറ്റുകളുടെ കാര്യത്തിൽ റഷ്യ ഒട്ടും പിന്നിലല്ല എന്നുള്ളത് നമുക്കറിയാം. അമേരിക്കയോട് പോലും കിടപിടിക്കുന്ന രീതിയിൽ സോവിയറ്റ് റഷ്യയുടെ കാലം മുതൽ തന്നെ ബഹിരാകാശ രംഗത്ത് റഷ്യ വലിയ മുന്നിൽ നിൽക്കുന്ന രാജ്യം, ആണവ മേഖലയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ റഷ്യയും തീർച്ചയായിട്ടും ഈ പറയുന്ന സഹായങ്ങൾ ഇറാന് നൽകിയിട്ടുണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ റഷ്യയും ഈ ചൈനയും ഈ യുദ്ധത്തിലുണ്ട്, ഇപ്പോൾ തന്നെയുണ്ട്. അവരുടെ പ്രാതിനിധ്യം വർദ്ധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൂടുതൽ അവർ ഇറാനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു വേർഷൻ. എന്ന് മാത്രമല്ല, ഇനി അങ്ങനെ സഹായിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, ഈ രാജ്യങ്ങൾ ഒരു ശാക്തിക ചേരി എന്ന നിലയിൽ പശ്ചിമേഷ്യയിലെ സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ ഒരു ശക്തമായ പോയിന്റ് ഉണ്ടാക്കണം, ഒരു ശക്തമായ ചേരി ഉയർന്നു വരണമെന്ന ബോധ്യത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് ഇത് മൂന്നും. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചും അമേരിക്ക വലിയ ആക്രമണം നടത്തി ഇറാന് വലിയ പകയുണ്ട്. ഖസീം സുലൈമാനിയുടെ വധം മുതൽ തന്നെ ഇറാന് വലിയ പക അമേരിക്കയോടുണ്ട്. റഷ്യയെ സംബന്ധിച്ചാണെങ്കിൽ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക യുക്രൈനെ വഴിവിട്ട് സഹായിക്കുന്നു, റഷ്യയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യുക്രൈനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതുകൊണ്ട് റഷ്യയും അമേരിക്ക അടിക്കാൻ കാത്തിരിക്കുകയാണ്. ചൈനയാകട്ടെ, ചൈനയ്ക്ക് നേരെ പല ഘട്ടങ്ങളിൽ അമേരിക്ക പല വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വെനസ്വേല ചൈനയുടെ ഏറ്റവും വലിയ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിരുന്നു. അവിടെ അമേരിക്ക പിടിച്ചെടുത്ത് ആ എണ്ണ വെച്ച് ചൈനയുടെ അടുത്ത് നെഗോസിയേഷൻ നടത്തിയതാണ് ട്രംപ്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ 3 രാജ്യങ്ങൾക്കും അമേരിക്കയോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. അമേരിക്കയാകട്ടെ രണ്ടാമത് ഒരു ശാക്തിക ചേരി ഉദയം ചെയ്യാതിരിക്കാൻ വേണ്ടി അമേരിക്കയുടെ കണക്കിൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി ഒക്കെ ഉൾപ്പെടുന്ന നാറ്റോ രാജ്യങ്ങൾ, ഇസ്രായേലിനെ പോലുള്ള പ്രോക്സി രാജ്യങ്ങൾ, അവരുടെ ഒരു നെറ്റ്വർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ കാര്യത്തിലായാലും ആയുധത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ തരത്തിലും പവർഫുൾ ഇക്കോണമി അല്ലെങ്കിൽ പവർഫുൾ രാജ്യം എന്ന് പറയുന്നത് ആ ചേരി, ശാക്തിക ചേരി എന്ന് പറയുന്നത് ഞങ്ങളാണ് എന്നാണ് അമേരിക്ക അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പശ്ചിമേഷ്യ അതിന് ഒരു ബദലായി ഉയർന്നു വരാൻ സാധ്യതയുള്ള, അതിനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ഭൂഖണ്ഡമാണ്. അപ്പോൾ പശ്ചിമേഷ്യൻ മേഖല, അപ്പോൾ റഷ്യ, ചൈന, ഇന്ത്യ, ഇറാൻ, അങ്ങനെ ഒട്ടനവധി ഗൾഫ് രാജ്യങ്ങൾ, ഏറ്റവും പ്രധാനമായി 6 GCC രാജ്യങ്ങൾ, സമ്പത്തിന് ഒരു കുറവുമില്ല അവിടെ. ടെക്നോളജിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ പല സാധ്യതകളുമുണ്ട് അവിടെ. അപ്പോൾ ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ഇവിടെ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക ഇത്തരം യുദ്ധങ്ങളും ഭിന്നിപ്പുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ യുദ്ധം നോക്കുക, ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് ഫിസിക്കലായിട്ട് ഒരു ഡാമേജും ഉണ്ടാകുന്നില്ല. അമേരിക്ക പരിപൂർണമായി സുരക്ഷിതമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചും കാര്യമായ നഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നില്ല. ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു, പേടിച്ച് നെതന്യാഹു ഓടിയതുകൊണ്ട്, പിന്മാറിയതുകൊണ്ട്, ഗസയിലെ പാവങ്ങളുടെ നെഞ്ചത്ത് ബോംബിടുന്ന പോലെയല്ല ഇറാനോട് കളിച്ചാലെന്ന് മനസ്സിലാക്കി വായും പൂട്ടി മിണ്ടാതിരുന്നതുകൊണ്ട് ഇസ്രായേലിന് ഇപ്പോൾ രക്ഷയുണ്ട്. ഇസ്രായേലിനും ഇപ്പോൾ വലിയ പ്രശ്നമില്ല, അമേരിക്കയ്ക്കും വലിയ ഒരു കുഴപ്പവുമില്ല. ഫിസിക്കൽ ഡാമേജുകൾ മുഴുവൻ ഉണ്ടാകുന്നത്, അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത്, സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നത്, വ്യാവസായിക മേഖല തകർന്നു തരിപ്പണമാകുന്നത്, വിലക്കയറ്റത്താൽ നട്ടം തിരിയേണ്ടി വരുന്നതൊക്കെ പ്രാഥമികമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്. നോക്കുക, കുവൈറ്റ്, UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, അങ്ങനെ ജോർദാൻ ഇപ്പോൾ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന താല്പര്യം കാണിക്കുന്നൊരു ഒരു രാജ്യമാണെന്ന് കരുതാം പല കാര്യങ്ങളിലും. എങ്കിൽ പോലും ഇത്രയും രാജ്യങ്ങൾ, 6-7 രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളുടെ എണ്ണ മേഖല, എണ്ണ വിൽപ്പന തകിടം മറയ്ക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ 3-3.5 മാസമായിട്ട് യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങി. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇതിപ്പോൾ ജൂലൈ ആയി, 4 മാസം കഴിഞ്ഞു. ഇതിനിടയിൽ 10-15 ദിവസം മാത്രമാണ് ഒരു വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു ആശ്വാസം ഉണ്ടായത്. ആ സമയങ്ങളിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ് ഹോർമുസിലൂടെ കപ്പലുകൾ പാസ് ചെയ്തത്. അപ്പോൾ വലിയ വ്യാവസായികമായ, സാമ്പത്തികമായ, വാണിജ്യപരമായ നഷ്ടം ഗൾഫ് മേഖല ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തമ്മിലടിക്കുന്നത് ആരൊക്കെയാണ്? തമ്മിലടിക്കുന്നത് വെച്ചാൽ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഇറാൻ നടത്തുക. കാരണം അമേരിക്കയ്ക്ക് പാഠം പഠിപ്പിക്കാൻ ഇറാന് മുന്നിൽ തൽക്കാലം വേറെ ചോയ്സ് ഒന്നുമില്ല. ഹോർമുസ് പിടിക്കുക എന്നുള്ളത് വലിയ മുന്നേറ്റമാണ്. അമേരിക്കയ്ക്ക് മുന്നിൽ വളർന്നു വരാനുള്ള ഇറാൻ്റെ ഒരു വലിയ പദ്ധതിയാണത്. ഹോർമുസ് കൈവശപ്പെടുത്തിയാൽ ലോകത്തെ നിയന്ത്രിക്കാമെന്നത് ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുള്ള വഴി തുറന്നു കൊടുത്തത് അമേരിക്കയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഈ പുതിയ ശാക്തിക ചേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ട് ഹോർമുസാണ്. അപ്പോൾ ഈ ഹോർമുസ് ഉപയോഗിച്ചുകൊണ്ട് വെല്ലുവിളിക്കാൻ ഇറാൻ തയ്യാറെടുത്തു, അല്ലെങ്കിൽ ഇറാൻ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ട്രംപ് ഇപ്പോൾ ഹോർമുസ് വേണമെന്നാണ് പറയുന്നത്. 20% ടോള് മാത്രമല്ല, നാറ്റോ രാജ്യങ്ങളെ മുഴുവൻ യുദ്ധത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അതായത് അമേരിക്ക ഇസ്രായേലിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് യുദ്ധമുണ്ടായത്. ഇറാന്റെ ഭരണമാറ്റവും ഇറാന്റെ നിരായുധീകരണവും ഒക്കെ ആയിരുന്നു ഇവരുടെ വിഷയം. ഇപ്പോൾ അത് പരിപൂർണമായി അത് മാറി. ഇറാൻ പറഞ്ഞിടത്തേക്ക് യുദ്ധം വന്നു, ഹോർമുസിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ യുദ്ധം എന്തിനാ? ഹോർമുസ് തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇറാൻ്റെ ആണവ വിഷയം ഒന്നൊരു വിഷയമേ അല്ല ഇപ്പോൾ അമേരിക്ക പറയുന്നത് മുഴുവൻ ഹോർമുസ് തുറക്കണമെന്നാണ്. അപ്പോൾ ഇറാൻ പറയുന്നു ഹോർമുസ് തുറക്കില്ല, അങ്ങനെയാണ് തിരിച്ചു പറയുകയാണ്. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ, ഇറാനെ സംബന്ധിച്ച് ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ജീവൻ മരണ പോരാട്ടം എന്നല്ല, വിജയിക്കാൻ വേണ്ടി മാത്രമുള്ള പോരാട്ടം എന്ന നിലയിലേക്ക് ഇറാൻ കടുപ്പിക്കുകയാണ്. ഇത് ട്രംപിന്റെ നില തെറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതും വാസ്തവമാണ്. ഇപ്പൊ ഈ ഇറാൻ പറയാതെ ഹോർമൂസ് തുറക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതിനിടയിൽ ട്രംപ് വന്നിട്ട് ഈ 20% ടോൾ ഏർപ്പെടുത്തുകയും ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മാലാഖയായി അല്ലെങ്കിൽ അമേരിക്ക മാലാഖയായി ഹോർമൂസിന് സംരക്ഷണം നൽകാം, പക്ഷേ രാജ്യങ്ങൾ തനിക്ക് ചുങ്കം തരണം അല്ലെങ്കിൽ ടോള് തരണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇറാൻ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ സമ്മതിക്കാതെ ഹോർമൂസ് തുറക്കത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിനിടയിൽ ഈ ട്രംപിന്റെ ഇങ്ങനൊരു വീരവാദവും കൂടെ വന്നാൽ എങ്ങനെയിരിക്കും? അല്ല, ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് എപ്പോഴും ഈ വീരവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് ഊതി വീർപ്പിച്ച ബലൂൺ എന്നൊക്കെ പറയുന്നത് പോലെ സ്വയം ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന പ്രതീതി ഇടയ്ക്കിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഒരു ലോക രാജ്യങ്ങളിൽ ഏറ്റവും പവർഫുള്ളായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ട്രംപിന് അപമാനമുണ്ടാകാതിരിക്കാൻ, നാണം കെടാതിരിക്കാൻ, ജനങ്ങൾ കളിയാക്കി കൂവി വിളിക്കാതിരിക്കാൻ അങ്ങനെയൊക്കെ ഒരു ഇമേജ് ബിൽഡപ്പ് വേണ്ടി വരും. പക്ഷേ സ്വന്തം രാജ്യത്തെ ജനങ്ങളെപ്പോലും കൺവിൻസ് ചെയ്യാൻ ട്രംപിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കൻ ജനത ട്രംപിനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഇരക്കാൻ തുടങ്ങിയത്. ലോകരാജ്യങ്ങളോട് തെണ്ടുകയാണ്. ഒരു വശത്ത് ട്രംപ് പറയുന്നു ചുങ്കം വേണമെന്ന് പറയുന്നു, മറുവശത്ത് ഇത് ഇറാൻ ചുങ്കം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ പറഞ്ഞിരുന്നത് ഇറാൻ സാമ്പത്തികമായി തകർന്നു, ലോകത്തിന് മുന്നിൽ കൈനീട്ടുകയാണ് അല്ലെങ്കിൽ പിടിച്ചുപറിക്കുകയാണെന്നാണ്. അത് തന്നെയാണ് ഇപ്പോൾ ട്രംപും ചെയ്യുന്നത്. ഇല്ല, ചെയ്തിട്ടില്ല. പക്ഷെ ട്രംപ് ഇപ്പോൾ ചെയ്യും, അത് പറയാം. ട്രംപിന് എന്ത് ധാർമ്മികതയുണ്ട്? ഈ യുദ്ധം മുഴുവൻ ഉണ്ടാക്കി വെച്ചത് ഇയാൾ ഒറ്റ ഇയാളുടെ ഒരൊറ്റ താല്പര്യത്തിൻ്റെ പുറത്ത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഇയാൾ യുദ്ധം മുഴുവൻ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഹോർമൂസ് ഇപ്പോൾ ഇങ്ങനെ അടച്ചുപൂട്ടപ്പെട്ടത്. ഇനി നോക്കുക, ബാബൽ മന്ദബ് കടലെടുക്കെന്ന് പറയുന്ന സൂയസ് കനാലിൻ്റെ കടൽ ബ്ലോക്ക് ചെയ്യാൻ പോവാണ്. അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ലോകത്തെ കപ്പൽ ഗതാഗതത്തിൻ്റെ ഏതാണ്ട് 40 മുതൽ 50% വരെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്.
ഇതിനൊന്നും ബദൽ മാർഗ്ഗങ്ങളില്ല. ബദൽ മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിയ ചിലവേറിയ മാർഗ്ഗങ്ങളാണ്. അതുകൊണ്ടൊന്നും ആ രാജ്യങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തെ വ്യാവസായിക സ്പന്ദനമില്ലാതാക്കുക എന്ന മഹാവിപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദി ട്രംപ് മാത്രമാണ്. ഇറാനെ അങ്ങോട്ട് കയറി ആ പരമാധികാര രാജ്യത്തിൻ്റെ പരമാധികാരവും ആത്മാഭിമാനവും തകർത്ത് അങ്ങോട്ട് കയറി ആക്രമിച്ചത് ട്രംപാണ്. എന്നിട്ട് ആ ട്രംപ് പറയുകയാണ് ഞാൻ മാലാഖയാണെന്ന്. നമ്മുടെ നാട്ടിലെ 4 എണ്ണം അടിച്ച് വൈകുന്നേരം പിമ്പിരിയായി നടക്കുന്ന കള്ളൂടിയന്മാരുണ്ട്. അവർക്ക് ഇതിനേക്കാൾ അന്തസ്സുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇതുപോലുള്ള വർത്തമാനം നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഒരുത്തം പറയുകയാണെങ്കിൽ അടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കുകയാണ് ചെയ്യുക സാധാരണ മനുഷ്യർ. അതുപോലത്തെ തോന്നിയവാസമാണ്, നെറികേടാണ് ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതിൻ്റെ അകത്ത് ഒരു തരത്തിലും യുക്തിരാഹിത്യമില്ല അങ്ങനെ പറയുന്നതിൽ. കാരണം ഈ ലോകത്തെ മുഴുവൻ, നമ്മുടെ രാജ്യത്തെ അടക്കം, നമ്മുടെ 1 കോടിയോളം വരുന്ന പ്രവാസികൾ, നമ്മുടെ രാജ്യത്തെ പ്രവാസികൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബങ്ങൾ കഴിയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അവരയച്ചു കൊടുക്കുന്ന പൈസ വെച്ചിട്ടാണ് ഇവിടെ സാമ്പത്തിക സ്ഥിതി. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൾഫ് മണി തന്നെയാണ് ഇപ്പോഴും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടെന്നേ. അപ്പോൾ പലരും പറയും ഇറാനല്ലേ കുഴപ്പം, ഇറാനിൽ ഇസ്ലാമിക ഭരണമല്ലേ. ആണ് ഇസ്ലാമിക ഭരണമാണ്. ഇസ്ലാമിക ഭരണത്തിന് എന്താ കുഴപ്പം? ഇസ്ലാമിക ഭരണം ഇറാനിൽ അവസാനിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വർഗീയവാദികളായിട്ടുള്ള കുറേ വിഷങ്ങൾ ഇറാനെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇവിടെയുള്ള മിത്രങ്ങൾ ജീവിക്കുന്നത് ഈ ഗൾഫുള്ളത് കൊണ്ടാണ്. ഈ ഗുജറാത്തിൽ നിന്നും UP നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ മിത്രങ്ങൾ, ഇസ്ലാമിക വിരുദ്ധത പറയുന്ന മിത്രങ്ങൾ കഞ്ഞു കുടിക്കാൻ ഗതിയില്ലാണ്ട് വരുമ്പോൾ ഓടുന്നത് അങ്ങോട്ടാണ്. ഈ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക അഭിവൃദ്ധിയിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത്. അല്ലാണ്ട് അമേരിക്ക അവിടുന്ന് ട്രംപ് മൈ ഫ്രണ്ടിന് ഡോളർ അയച്ചു കൊടുത്തതല്ല ഇവിടെ രക്ഷപ്പെട്ടത്. നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ ഒരു മാറ്റം, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള കാരണം ഈ ഗൾഫ് രാജ്യങ്ങളാണ്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ പക്ഷം പിടിക്കുക എന്നുള്ളതല്ല, പക്ഷേ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി തന്നെ കാണണം. പശ്ചിമേഷ്യയിൽ എന്തായിരുന്നു കുഴപ്പം? ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഇസ്രായേൽ ഒരുത്തൻ ജൂതൻ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഗസയിലെ പാവപ്പെട്ട 60,000-ഓളം ആളുകളെ കൊന്നു, ലക്ഷക്കണക്കിന് ആളുകളെ പരിക്കേൽപ്പിച്ചു. അതൊന്ന് മാറി വന്നപ്പോഴാണ് വീണ്ടും ജൂതൻ ഉറങ്ങണം എന്നും പറഞ്ഞിട്ട് ഇസ്രായേൽ ഇറാൻ അടിക്കാൻ പറയുന്നത്. ഈ ജൂതൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ കിടന്ന് കഷ്ടപ്പെടണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്നേ. ഈ ജൂതൻ മനുഷ്യൻ തന്നെയാണ്, ദൈവത്തിന്റെ പ്രതിരൂപമൊന്നുമല്ല. ഈ പറയുന്ന യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾ ഒരു സാധാരണ ജീവിതം നയിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. സാധാരണ ജീവിതം ഇപ്പം നമുക്കടക്കം, ഈ കേരളത്തിൽ ജീവിക്കുന്ന നമ്മളടക്കം ഇതിന്റെ ദുരിതം അനുഭവിക്കുകയാണെന്നേ. എത്രായിരം കിലോമീറ്റർ അകലെ ഇരിക്കുന്ന നമ്മൾ പോലും ഇന്ധനവില, ഗ്യാസിൻ്റെ വില, സാധനത്തിൻ്റെ വില ഒക്കെ കൂടുന്നത് കണ്ടുകൊണ്ട് ഗതികെട്ടിരിക്കുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അപ്പോൾ ജൂതൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ട്രംപ് ഇറങ്ങി തിരിച്ചിട്ട് ഈ കണ്ട പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയതിൻ്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത് സാധാരണക്കാരായ നമ്മളെല്ലാവരുമാണ്. അപ്പം ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യന്മാരായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കയറി ആക്രമിക്കാൻ ട്രംപിന് ആരാണ് ലൈസൻസ് കൊടുത്തത്? ട്രംപ് ആരാണ്? അയാളുടെ രാജ്യത്തെ കാര്യം നോക്കുക. മറ്റൊരു രാജ്യത്ത് ഇപ്പം ഇന്ത്യയിലേക്ക് ട്രംപ് പറയുകയാണ് ഇന്ത്യയിൽ വർഗീയത നിലനിൽക്കുന്നു, ഒരു വിഭാഗത്തിനോട് ജീവിക്കാൻ പറ്റുന്നില്ല, ആ ഭരണകൂടം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്ത്യയെ മോചിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ട്രംപ് ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ നമ്മൾ സമ്മതിക്കൂ? അങ്ങനെയാണോ? അയാളാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അല്ല. ഒരു രാജ്യത്തിന് അതിൻ്റേതായ പരമാധികാരമുണ്ട്, ചിട്ടവട്ടങ്ങളുണ്ട്, അതിൻ്റെ നിയമങ്ങളുണ്ട്. അത് ആ രാജ്യത്ത് അതനുസരിച്ചേ പോകൂ. അതിലിടപെടാൻ മറ്റൊരു രാജ്യത്തിനും ഒരു അധികാരവും ഇല്ല. ഇത് ഇസ്രായേലിന് ഉറങ്ങണം, ജൂതൻ ഉറങ്ങണം. നെതന്യാഹു പിന്നെ പേടിത്തൊണ്ടനായിട്ടുള്ള ഭരണാധികാരിയാണ് നെതന്യാഹു. അവൻ പേടിച്ച് വിറയ്ക്കുന്നതിന് കണക്ക് തീർക്കാൻ എന്തിനാണ് ട്രംപ് ഇറങ്ങുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നേ. ആണവായുധം പ്രയോഗിക്കുമെന്ന് കരുതി യുദ്ധം തുടങ്ങിയതാണ്. ഇതുവരെ ആണവായുധം പ്രയോഗിച്ചിട്ടില്ല. ഇറാൻ പണ്ടേ പറഞ്ഞിട്ട് ഞങ്ങളെ കയ്യിൽ ആണവായുധം ഒന്നുമില്ല, നിങ്ങൾ വന്ന് നോക്കിയോന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും വീണ്ടും അല്ല, പക്ഷെ ഇപ്പൊ നോക്കുക, ആണവായുധമാണ് വിഷയം യുദ്ധം തുടങ്ങാൻ. ഇപ്പൊ ആണവായുധത്തെ കുറിച്ച് ആരും മിണ്ടുന്നില്ല, ആണവശേഷിയെ കുറിച്ച് ആരും മിണ്ടുന്നില്ല, ആണവ പരീക്ഷണത്തെ കുറിച്ച്. ഇപ്പൊ എല്ലാം ഹോർമുസിലാണ്. ഇത് ഇറാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ സംഭവിക്കൂ. ഇറാൻ പറഞ്ഞെടുത്ത് ട്രംപ് എത്തി അവിടെ കിടന്ന് വട്ടം കറങ്ങുകയാണ്, നില തെറ്റി വീഴുകയാണ് ട്രംപ്. എന്തായാലും ഈ യുദ്ധത്തിൽ ട്രംപിന് ജയിക്കാൻ കഴിയില്ല, ഉറപ്പിച്ചു വെച്ചു. ട്രംപും വിജയിക്കാൻ പോലുള്ള, അമേരിക്കയും വിജയിക്കാൻ പോലുള്ള. ആത്യന്തികമായി യുദ്ധത്തിൽ നിന്ന് ഏകപക്ഷീയമായി ട്രംപ് പിന്മാറുന്ന സാഹചര്യം വരും. അതിലേക്ക് കാര്യങ്ങളെത്തും. ലോകരാജ്യങ്ങൾ മുഴുവൻ ട്രംപിനെ ശപിക്കും, ട്രംപിനെ മേൽ വലിയ സമ്മർദ്ദം ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കും. അങ്ങനെ ട്രംപ് പിന്മാറാതെ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. പിന്മാറിക്കൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിക്കും. ഇറാൻ്റെ വഴിക്ക് കുതിക്കുകയും ചെയ്യും. റഷ്യയും ചൈനയും ഇറങ്ങി കളിക്കുന്നിടത്തോളം കാലം ഒരു രക്ഷയും ഉണ്ടാവില്ല മറ്റുള്ളവർക്ക്. അത് ഉറപ്പിച്ചു. ഞാനത് എഴുതിത്തരാം. റഷ്യയും ചൈനയും ഇനിയും ആക്റ്റീവ് ആവും. അവർ കൂടുതൽ ആക്റ്റീവ് ആവുന്നതോടെ
ട്രംപിൻ്റെ കുതന്ത്രങ്ങൾ, ഹോർമൂസിലെ കള്ള നീക്കങ്ങൾ എല്ലാം പൊളിയും. അത്രയധികം ഇൻ്റലിജൻസ് ബാക്കപ്പും ആയുധ ബാക്കപ്പും ഇറാന് കിട്ടും. അതുകൊണ്ട് ഇറാൻ്റെ കയ്യിലെ ആയുധങ്ങൾ തീർന്നിട്ട് ഇറാൻ ഇൻ്റലിജൻസ് പിന്തുണയില്ലാതെ, ഇറാന് ലോകരാജ്യങ്ങളുടെ പിന്തുണയില്ലാതെ ഇറാൻ ഈ യുദ്ധം നിർത്തി ഓടും എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അമേരിക്ക മുട്ടുകുത്തേണ്ടി വരും. അതിലേക്ക് കാര്യങ്ങൾ എത്തും തീർച്ച.